മൈക്കിന്റെ ആൾ ഇങ്ങോട്ട് വന്നാൽ നല്ലതാണ്. ഇക്കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ മുന്നിൽ മൈക്ക് പണിതന്ന സംഭവത്തിൽ നാം കണ്ടത് പഴയ മുഖ്യമന്ത്രിയല്ല. നിരവധി വിമർശനങ്ങളൊക്കെ ഉയർന്നതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ വളരെ കൂളാണ്. തന്റെ മുന്നിലുള്ള മൈക്കിന് എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ മുൻപത്തേതുപോലെ മൈക്ക് ഓപ്പറേറ്ററെ വിളിച്ചു വരുത്തി നടപടിയെടുക്കുന്നതൊക്കെ അങ്ങ് നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം വളരെ കൂളാണ്. മാത്രമല്ല, മൈക്ക് ഓപ്പറേറ്ററെ വേദിയിലേക്ക് വിളിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ചെയ്തത്. അതായത് ഇക്കഴിഞ്ഞ ദിവസം CPM കോവളം ഏരിയ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടന ചടങ്ങിനിടെയാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. അതായത് പ്രസംഗിക്കുന്നതിന് തൊട്ടു മുൻപ് ഈ മൈക്കിന്റെ ആളൊന്ന് ഇങ്ങോട്ട് വന്നാൽ നല്ലതാണ് എന്ന് പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രി വേദിയിൽ ആശങ്ക പരത്തിയത്. ഒരുപക്ഷെ ഇത് കേട്ടപാടെ മൈക്ക് ഓപ്പറേറ്ററുടെ നല്ല ജീവൻ അങ്ങ് പോയിട്ടുണ്ടാകും. എന്തായാലും മുഖ്യമന്ത്രി ഇപ്പോൾ പഴയതുപോലെ അല്ല. ഇത്തവണ തന്റെ മുന്നിൽ പണിതന്ന മൈക്കിന് നേർക്ക് മുഖ്യമന്ത്രി ശുഭിതനായില്ല. പൊട്ടിത്തെറിക്കാതെ സാഹചര്യം വളരെ നല്ല രീതിയിൽ അദ്ദേഹം കൈകാര്യം ചെയ്തു. എവിടെ മൈക്കിന്റെ ആൾ, എവിടെ മൈക്കിന്റെ ആൾ വരട്ടെ എന്ന് പറഞ്ഞു. വേദിയിൽ നിൽക്കുകയായിരുന്നു. മൈക്ക് ഓപ്പറേറ്റർ ഓടിക്കിതച്ച് അടുത്തെത്തിയെങ്കിലും ശരിയായി എന്ന് പറഞ്ഞ് ഓപ്പറേറ്ററെ തിരിച്ചയക്കുകയും ചെയ്തു. നമുക്കറിയാം, നേരത്തെ മൈക്ക് ഒരു വലിയ പ്രശ്നമായിരുന്നു. നമുക്കറിയാം, നേരത്തെ തന്നെ മുഖ്യമന്ത്രിയുടെ മുന്നിലുള്ള മൈക്ക് ചില്ലറ പ്രശ്നങ്ങളൊന്നും അല്ല ഉണ്ടാക്കിയത്. അതൊക്കെ പിന്നീട് വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കുമൊക്കെ വഴിവെച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ഇക്കാര്യത്തിൽ വളരെയധികം ജാഗ്രത പുലർത്തിയെന്ന് വേണം പറയാൻ. അതേസമയം മുൻപൊരിക്കൽ ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ മുഖ്യമന്ത്രി സംസാരിക്കുന്നതിനിടെ മൈക്ക് തകരാറിലായ സംഭവത്തിലായിരുന്നു പാവപ്പെട്ട മൈക്ക് ഉടമയുടെ കഞ്ഞുകുടി മുട്ടിച്ച പോലെ സംഭവം സോഷ്യൽ മീഡിയയിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ചത്. ഈ സംഭവത്തിൽ അന്ന് മുഖ്യമന്ത്രിയെ പരിഹസിച്ചുകൊണ്ട് നിരവധി പേർ രംഗത്തെത്തിയിരുന്നു. അതിൽ തന്നെ BJP നേതാവ് സന്ദീപ് വാചസ്പതി അന്ന് ഇട്ട പോസ്റ്റൊക്കെ സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലാവുകയും ചെയ്തിരുന്നു. അതായത് പൊതുസുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ പ്രതി പ്രവർത്തിച്ചുവെന്നാണ് മൈക്ക് ഉടമയ്ക്കെതിരെ കേസെടുത്തത്. പോലീസിന്റെ FIRലും ഇതുതന്നെയായിരുന്നു എഴുതി ചേർത്തതും. മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ മൈക്കിൽ ഹൌളിംഗ് വരുത്തി സുരക്ഷാ പ്രശ്നമുണ്ടാക്കിയെന്നും FIRൽ പറഞ്ഞിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മൈക്ക്, ആംപ്ലിഫയർ, വയർ എന്നിവ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരുന്നു. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗം തടസ്സപ്പെടുത്തിയ മൈക്ക് ഓപ്പറേറ്ററെ യഥാർത്ഥത്തിൽ വെടിവെച്ച് കൊല്ലുകയാണ് വേണ്ടത് എന്നായിരുന്നു അന്ന് സന്ദീപ് വാചസ്പതി തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കിയത്. അതുമാത്രമല്ല, അഹൂജ കമ്പനി ഉടമയ്ക്കെതിരെയും ജാമ്യമില്ലാ കുറ്റം ചുമത്തുകയും വേണ്ടതാണെന്നും തന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലൂടെ അദ്ദേഹം പരിഹസിച്ചു. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയായിരുന്നു: മുഖ്യമന്ത്രിയുടെ പ്രസംഗം തടസ്സപ്പെടുത്തിയ മൈക്ക് ഓപ്പറേറ്ററെ യഥാർത്ഥത്തിൽ വെടിവെച്ച് കൊല്ലുകയാണ് വേണ്ടത്. ഒപ്പം അഹൂജ കമ്പനി ഉടമയ്ക്കെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തുകയാണ് വേണ്ടത്. വടക്കൻ കൊറിയയിലും ചൈനയിലുമുള്ള രീതിയും കമ്മ്യൂണിസ്റ്റ് സംഘടനാ തത്വവും ഇതാണ്. സംഘടനാ തത്വം മറികടന്നും മനുഷ്യത്വം കാണിച്ചും പരമകാരുണ്യകനായ സഖാവ് പിണറായി വിജയനും സഖാവ് DGPക്കും വിപ്ലവ അഭിവാദ്യങ്ങൾ. ഇതായിരുന്നു അദ്ദേഹം തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതും. ഈ സംഭവത്തിൽ പോലീസ് കേസെടുത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് VD സതീശനും അന്ന് രംഗത്തെത്തിയിരുന്നു. കേസെടുക്കൽ ഹോബിയായവരാണ് അവിടെ ഉള്ളതെന്നായിരുന്നു സതീശൻ പരിഹസിച്ചത്. അതായത് മൈക്കിന് ഹൌളിംഗ് ഉണ്ടായതിന്റെ പേരിലാണ് കേസെടുത്തത്. ആരാണ് ഇതിൽ ഒന്നാം പ്രതി? മൈക്ക്, രണ്ടാം പ്രതി ആംപ്ലിഫയർ. ഇത്രയും വിചിത്രമായ ഒരു കേസ് കേരളത്തിന്റെയോ അല്ലെങ്കിൽ രാജ്യത്തിന്റെയോ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇതൊന്നും മുഖ്യമന്ത്രി അറിയുന്നില്ല എന്ന് വിചാരിക്കാനാണ് തനിക്കിഷ്ടം. മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെ ഇതുപോലൊരു അബദ്ധം കാണിക്കുമോ? മുഖ്യമന്ത്രിയുടെ ഓഫീസ് കുറെ പേർ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. താൻ ഇത് മുമ്പും പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളാണ് പോലീസിനെ ഭരിക്കുന്നത്. അവർക്ക് കേസെടുക്കൽ ഹോബിയാണ്. കേസെടുത്ത് മതിയാവാതെ വന്നപ്പോൾ മൈക്കിനും ആംപ്ലിഫയറിനുമെതിരെ കേസെടുക്കുകയാണ്. ഇത് ചിരിപ്പിച്ച് ഞങ്ങളെ ഇങ്ങനെ കൊല്ലല്ലേ എന്നായിരുന്നു അവരോട് പറയാനുള്ളത് എന്നായിരുന്നു അന്ന് പ്രതിപക്ഷ നേതാവും വ്യക്തമാക്കിയത്. എത്ര വിഡ്ഢിവേഷമാണ് ഇവർ കെട്ടുന്നത്? ആഭ്യന്തര വകുപ്പിൽ എന്താണ് നടക്കുന്നത്? മുഖ്യമന്ത്രി ഒന്നും അറിയുന്നില്ല എന്ന് പറയുന്നതിൽ സങ്കടമുണ്ട് എന്നായിരുന്നു അദ്ദേഹം പരിഹസിച്ചത്. ഇതിനു പിന്നാലെയാണ് തന്റെ മുന്നിൽ ഇപ്പോൾ പണിതന്ന മൈക്കിന് പോലും അദ്ദേഹം കൂളായിട്ട് ഇടപെട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.